ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ കിട്ടിയേക്കണ മീനാണ് കേട്ടോ. കൊഴുവ അഥവാ നത്തോലി എന്ന് പറയും. അത് പീര വറ്റിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മഞ്ഞൾ പരത്തി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ചുവന്നുള്ളി, പച്ചമുളക്, മാങ്ങഞ്ചി, വേപ്പില. ഇതാണ് മാങ്ങഞ്ചി. നമ്മുടെ അവിടുന്ന് വിളവെടുത്തിട്ടുള്ള മാങ്ങഞ്ചിനെ ഇത് ഇട്ടിട്ടുള്ള നത്തോലി പീര, അതായത് കൊഴുവ പീര വറ്റിച്ചതിന് തേങ്ങ ചിരവിയതിട്ടിട്ട് പീര വറ്റിച്ചതിന് ഇന്ന് കാണിക്കുന്നത്. ചട്ടിയിലേക്ക് മീൻ വയ്ക്കാനായിട്ട് ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് കൂടുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മഞ്ഞൾ പരത്തി വെച്ച മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു മീഡിയം ടൈപ്പ് തക്കാളിയും 2 കഷ്ണം കൊടപ്പുളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പച്ചമുളക് കൂടുതലിട്ടുണ്ട്, എന്നാലും എരിവിന് കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. വേവിക്കാൻ വയ്ക്കാം നമുക്ക്. മീൻ കറി അടുപ്പത്ത് വെച്ചത് നല്ലോണം തിളച്ചു. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചിരവിയത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും ചേർത്ത് കൊടുക്കാം. അധികം ഇളക്കി കഴിഞ്ഞാൽ പൊട്ടും, അപ്പോൾ കുറച്ച് ഇളക്കിയിട്ട് പിന്നെ അത് വെള്ളം വറ്റട്ടെ. മീൻ നല്ലോണം വെന്തു. വെള്ളം ഒരുവിധം വറ്റിയൊരു തരിയും കൂടി ഉണ്ട്, പക്ഷെ മൺചട്ടി ആയ കാരണം അത് ഇരുന്ന് വറ്റിക്കോളും. അവസാനം ഇനി മീൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും വീട്ടി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് മീൻ കറി ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്, മൂടി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ കൊഴുവ എന്നാണ് പറയുക. അപ്പോൾ കൊഴുവ അഥവാ നത്തോലി പീര റെഡി.